ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാൻ ലാസ്റ്റ് ഒരു ലോങ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും കുറേ അധികം മെസ്സേജസും കമന്റ്സും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എന്താ പറയേണ്ടത് എനിക്കാൻ അറിയുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് നോക്കുന്നത്. ഞാൻ രാവിലെ ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇഫ്താറിനുള്ള കുറച്ച് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് അങ്ങനെ നേരെ ഡ്യൂട്ടിയിലേക്ക് പോകുന്നതാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. ഈ ഒരു പ്ലേസിലെത്തുമ്പോൾ എപ്പോഴും ഞാൻ കാറിനകത്ത് തന്നെ ഇരുന്നിട്ടാ വീഡിയോ എടുക്കല്. അപ്പൊ എന്റെ കാർ ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞ് ഞാൻ നിർത്തി തരാം, നീ പോയി വീഡിയോ എടുത്തോന്ന്. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് നേരെ ഞാൻ ഡ്യൂട്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്റെ ഡ്യൂട്ടി ടൈമിംഗ് ഇങ്ങനെ ആയതുകൊണ്ട് ജോലി സ്ഥലത്ത് വന്നിട്ടായിരിക്കും നോമ്പെല്ലാം തുറക്കുന്നത്. അങ്ങനെ നോമ്പെല്ലാം തുറന്നു, ഫുഡെല്ലാം കുറച്ച് കഴിച്ചു. ഇനി നമുക്ക് ഹോസ്പിറ്റലിന്റെ ഫുഡ് എടുക്കാൻ പോകണം. നമുക്ക് ഡേ കെയർ സ്പെഷ്യാലിറ്റി 2 ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് സ്പെഷ്യാലിറ്റിയിലാണ്. അപ്പൊ നമുക്ക് ഡേ കെയറിൽ പോയിട്ട് ഫുഡ് എടുക്കണം. അങ്ങനെ ഫുഡ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് എല്ലാ സ്റ്റാഫ്സും ഓൾമോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ചേച്ചിനെ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം എടുത്ത് ബാക്ക് ടു വന്നിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ മാത്രമല്ല ഹോട്ടലുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇവരൊക്കെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇഫ്താറിന്റെ ടൈമിൽ ഇവിടെ ആരും കാണില്ല. ഒരു 6 മണി തൊട്ട് ഒരു 7-8 മണി വരെ ഇവിടെ ആരും ഇല്ല കേട്ടോ. ഭയങ്കര സൈലന്റ് ആയിരിക്കും. റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇഫ്താർ പാർട്ടി 2nd ഫ്ലോറിൽ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അവിടുത്തെ കുറച്ച് മാനേജേഴ്സിനെയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് കോഫി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അറിയാവുന്നതുകൊണ്ട് അധികം പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോഫി എടുത്തിട്ട് നേരെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എന്റെ HR അവിടെ നിൽക്കുന്ന കണ്ടത്. പുള്ളിക്കാരി അറിയാണ്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം. പിന്നെ ഇനിയും കുറെ ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചായ കുടിച്ചു വന്നപ്പോൾ ഇവിടെ ആർത്തയാണെങ്കിൽ എനിക്ക് കോഫി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതും കുടിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.